ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാമ്പാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽ നിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യു.എസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാമ്പാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാമ്പാനൻ ക്ഷേത്രം 9ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവവുമാണ് പ്രാമ്പാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. भारत इंडोनेशिया की मित्रता को मजबूत करने, हम दोनों देशों के नागरिकों के कल्याण और दोनों देशों के तेज विकास के लिए परमात्मा से प्रार्थना की है और आज उन्होंने मुझसे प्रॉमिस लिया है कि 29 के पहले इस काम को हम कर लेंगे और आपको दोबारा आना है. मैं आपको वादा करता हूं कि मैं इसके पुनर्निर्माण के बाद जरूर यहां आऊंगा. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എൻഡിആർഎഫും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, എ.പി. അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും.
എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി.കെ. മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽ നിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി. ഡി. സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8ലേക്ക് മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 ഗോളുകൾക്ക് തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മു കശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാമ്പാനൻ ക്ഷേത്രം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും.
വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.